നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആക്ഷനും പ്രണയവും അഭിനയത്തിലൂടെ തീർത്ത ധർമ്മേന്ദ്ര തന്റെ 90-ാം പിറന്നാളിന് കാത്തു നിൽക്കാതെ മടങ്ങി. ബോളിവുഡിലെ മുതിർന്ന നടനും ലോക്സഭാ മുൻ എംപിയുമായ ധർമ്മേന്ദ്ര 89-ാം വയസ്സിലാണ് അന്തരിച്ചത്. മുംബൈയിലെ വസതിയിൽ ഉച്ചയോടെയായിരുന്നു അന്ത്യം. സംവിധായകൻ കരൺ ജോഹറാണ് മരണവാർത്ത സ്ഥിരീകരിച്ച് ട്വീറ്റ് ചെയ്തത്. ഒരാഴ്ച മുൻപ് ശ്വാസതടസ്സത്തെ തുടർന്ന് മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സ തേടിയ താരം പിന്നീട് വീട്ടിലെത്തിയിരുന്നു. ഡിസംബർ 8-ന് 90-ാം ജന്മദിനം ആഘോഷിക്കാനിരിക്കെയാണ് അസുഖബാധിതനായത്. ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായാണ് ധർമ്മേന്ദ്രയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. 1960-ൽ ദിൽ ഭി തേര ഹം ഭി തേര എന്ന ചിത്രത്തിലൂടെയാണ് തുടക്കം. ഷോലെ, ധരംവീർ, ചുപ്കെ ചുപ്കെ, ഡ്രീം ഗേൾ തുടങ്ങിയ ചിത്രങ്ങളാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. ധർമ്മേന്ദ്ര അവസാനമായി അഭിനയിച്ച 21 എന്ന ചിത്രം ഡിസംബർ 25-ന് റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ആക്ഷനും പ്രണയവുമെല്ലാം അഭ്രപാളിയിൽ അനശ്വരമാക്കിയ ആ നടന്റെ ജീവിതവും സിനിമയില്ലെന്നതായിരുന്നു. 19-ാം വയസ്സിൽ കുടുംബ സുഹൃത്തിന്റെ മകളെയാണ് ധർമ്മേന്ദ്ര ജീവിതസഖിയാക്കിയത്. ഇതിനുശേഷമാണ് താരം സിനിമയുടെ വെള്ളിവെളിച്ചത്തിലേക്ക് എത്തിയത്. വിവാഹമോചിതനാകാതെ ഹേമമാലിനിയോട് അടുക്കുകയും അവരെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളുമെല്ലാം സിനിമ പോലെ തന്നെ വിവാദമായിരുന്നു. ഒരുമിച്ച് അഭിനയിക്കുന്ന സീനുകളിലെ പെർഫോമൻസ് ശരിയായില്ലെന്ന് പറയാൻ യൂണിറ്റ് അംഗങ്ങൾക്ക് ധർമ്മേന്ദ്ര പണം കൊടുത്തിരുന്നു. അങ്ങനെ നിരവധി റീടേക്കുകൾ എടുത്തുകൊണ്ട് ഹേമയ്ക്കൊപ്പം പരമാവധി അടുത്തിടപഴകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നത്രേ. ഒരു ടേക്കിന് 100 രൂപ വീതം കൈപ്പറ്റിയിരുന്ന ചിലർക്ക് ഈ വകയിൽ ദിവസം 2000 രൂപ വരെ സമ്പാദിച്ചിരുന്നതായി ധർമ്മേന്ദ്ര പിന്നീട് തമാശയായി പൊതുവേദികളിൽ പറഞ്ഞിരുന്നു. വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് ആദ്യ ബന്ധം വേർപ്പെടുത്താതെ തന്നെ ഹേമയെ വിവാഹം കഴിച്ചു. അഹാന ഡിയോൾ, ഇഷ ഡിയോൾ എന്നിങ്ങനെ 2 പെൺകുട്ടികളും ഈ ദാമ്പത്യത്തിൽ ജനിച്ചു. കുറെ കാലത്തിനു ശേഷം ഇരുവരും പിരിഞ്ഞാണ് പിന്നീട് കഴിഞ്ഞു വന്നത്. തെങ്കാശി ജില്ലയിലെ കടയനല്ലൂർ, തിരുമംഗലം, കൊല്ലം ദേശീയപാതയിൽ ദുരൈസ്വാമിപുരത്ത് സ്വകാര്യ ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ചു. 6 യാത്രക്കാർക്ക് ദാരുണാന്ത്യം. ഇതിൽ ഒരു പുരുഷനും 5 സ്ത്രീകളും ഉൾപ്പെടുന്നു. 40 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരിൽ 5 പേരുടെ നില ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദുരന്തത്തിൽ അനുശോചിച്ചു. ആലപ്പുഴ കൈനഗരിയിൽ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തി കായലിൽ തള്ളിയ കേസിൽ 1-ാം പ്രതിക്ക് വധശിക്ഷ. നിലമ്പൂർ സ്വദേശിയായ പ്രബീഷിനാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. പുന്നപ്ര തെക്കേമഠം വീട്ടിൽ അനിത ശശിധരൻ എന്ന 32-കാരിയാണ് കാമുകനും വനിതാ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത്. മലപ്പുറം നിലമ്പൂർ മുതുക്കോട് പൂക്കോടൻ വീട്ടിൽ പ്രബീഷാണ് കേസിലെ 1-ാം പ്രതി. കൈനഗരി പഞ്ചായത്ത് 10-ാം വാർഡിൽ തോട്ടുവാത്തല പടിഞ്ഞാറ് പതിശ്ശേരി വീട്ടിൽ രജനിയാണ് 2-ാം പ്രതി. വിവാഹിതനായ പ്രബീഷ് വിവാഹിതരായ അനിതയുമായും രജനിയുമായും ഒരേ സമയം അടുപ്പത്തിലായിരുന്നു. അനിത ഗർഭിണിയായതിനു പിന്നാലെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ 2021 ജൂലൈ 9-ന് ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ്. കോട്ടയം മാണിക്കുന്നത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. തോട്ടയ്ക്കാട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോട്ടയം നഗരസഭ മുൻ കൗൺസിലർ ടിറ്റോ എന്ന അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാത്രി അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. അഭിജിത്തും കൊല്ലപ്പെട്ട ആദർശും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ആദർശും സുഹൃത്തുക്കളും അർദ്ധരാത്രിയോടെ അഭിജിത്തിന്റെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയായിരുന്നു. ഇത് സംഘർഷത്തിലെത്തുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് പ്രതി അഭിജിത്തിനെ പോലീസ് കീഴടക്കിയത്. ആലപ്പുഴയിൽ UDFന് തലവേദനയായി വീണ്ടും വിമത സ്ഥാനാർത്ഥി. DCC മുൻ ജനറൽ സെക്രട്ടറി രാജു താന്തിക്കലാണ് പദവി രാജിവെച്ച് ആലപ്പുഴ കളപ്പുര വാർഡിൽ വിമതനായി മത്സരിക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പാർട്ടി സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് രാജു സ്ഥാനം രാജിവെച്ചത്. കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ 3 കൂടി LDFന് ജയം. 2 UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. 13-ാം വാർഡായ കൂടല്ലൂരിൽ UDF സ്ഥാനാർത്ഥി ഷമീമയുടെ പത്രികയാണ് തള്ളിയത്. ഇതോടെ LDF സ്ഥാനാർത്ഥി E രജിത എതിരില്ലാതെ വിജയിച്ചു. 5-ാം പീടിക 26-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി K ലിവ്യ പത്രിക പിൻവലിച്ചതോടെ ഇവിടെയും LDF സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചു. 18-ാം വാർഡായ തളിയിൽ LDF സ്ഥാനാർത്ഥിയായ KV പ്രേമരാജനും എതിരാളികളില്ല. ആന്തൂർ നഗരസഭയിലെ മോഴാറ വാർഡിൽ മത്സരിക്കുന്ന K രജിത, പൊടിക്കുണ്ട് വാർഡിലെ K പ്രേമരാജൻ എന്നിവർക്കും എതിരില്ല. 20 വാർഡുകളുള്ള ആന്തൂർ നഗരസഭയിൽ UDF 17 സീറ്റുകളിലേക്കാണ് പത്രിക നൽകിയത്. അതേസമയം CPM ഭീഷണി മൂലമാണ് പലരും പത്രിക നൽകാൻ മടിക്കുന്നതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ 53-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ രാവിലെ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്നാഥ് സിംഗും പങ്കെടുത്തു. വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെ സന്നിഹിതരായിരുന്നു. സ്ഥാനമൊഴിഞ്ഞ ജസ്റ്റിസ് BR ഗവായുടെ പിൻഗാമിയായാണ് ഹരിയാന സ്വദേശിയായ സൂര്യകാന്ത് ചുമതലയേൽക്കുന്നത്. 65 വയസ്സ് എന്ന വിരമിക്കൽ പ്രായം പൂർത്തിയാകുന്ന 2027 ഫെബ്രുവരി 9 വരെ സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസായി തുടരും. പാകിസ്ഥാനിലെ അർദ്ധസൈനിക വിഭാഗം ആസ്ഥാനത്തിന് നേരെ ആക്രമണം. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പെഷവാറിലാണ് സംഭവം. ഫ്രണ്ടിയർ കോപ്സ് ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 2 ചാവേറുകൾ ഹെഡ്ക്വാർട്ടേഴ്സ് കോംപ്ലക്സിന് നേരെയും ആക്രമണം നടത്തി.
3 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യ ചാവേർ ആസ്ഥാനത്തിന്റെ കവാടത്തിലും രണ്ടാമൻ കോമ്പൗണ്ടിലും ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. സൈനിക കന്റോൺമെന്റിന് സമീപത്താണ് അർദ്ധസൈനിക വിഭാഗം ആസ്ഥാനം. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ശബ്ദരേഖ പുറത്ത്. എന്നാൽ ഓഡിയോ വന്നതിന്റെ ലക്ഷ്യം എല്ലാവർക്കും അറിയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്റെ പേര് നിങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ, പിന്നെ എന്റെ ശബ്ദമാണോ എന്ന് ചോദിക്കുന്നത് എന്തിനെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടി. വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും രാഹുൽ പറഞ്ഞു. ഇതോടെ പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.